പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയെ ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും ഇ.ഡി. റോബർട്ട് വദ്രയെ ചോദ്യം ചെയ്യും. ഇതിനായി രാവിലെ 11 മണിക്ക് ഇ.ഡി. ഓഫീസിലെത്താനാണ് റോബർട്ട് വദ്രയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രതി ചേർത്തതിനെതിരെ കോൺഗ്രസിന്റെ രാജ്യവ്യാപകമായ പ്രതിഷേധവും ഇന്നാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളെയും കുറിച്ച് ശരത് ലാലിനോട് നമുക്ക് ചോദിക്കാം. ഡൽഹിയിൽ നിന്ന് ശരത്ത്, ഗുഡ് മോർണിംഗ്. രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, ഈ റോബർട്ട് വദ്രയുടെ ചോദ്യം ചെയ്യൽ, DLF ഇടപാടിൽ 50 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നാണ് ഇ.ഡിയുടെ ആരോപണം. ഇന്നലെ 7 മണിക്കൂറിലധികം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് റോബർട്ട് വദ്ര പറയുന്നു. അപ്പോൾ ഇന്നത്തെ ചോദ്യം ചെയ്യൽ എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. ഒപ്പം ഈ നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് ഇ.ഡി ഓഫീസുകളുടെ ബഹിഷ്കരണമുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ രാഷ്ട്രീയ പകപോക്കലെന്ന് കോൺഗ്രസും പറയുന്നു. അപ്പോൾ ഈ രണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകാം ശരത്ത്. ഗുഡ് മോർണിംഗ്. ഇന്ന് ഇ.ഡി. ഓഫീസിലെ 11 മണിക്ക് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാവാനാണ് ഇന്നലെ റോബർട്ട് വധേരക്ക് ഇ.ഡി. നോട്ടീസ് നൽകിയത്. ഏതായാലും ഇന്ന് അതേസമയം തന്നെ ഇ.ഡി. ഓഫീസിലൊക്കെ കോൺഗ്രസിന്റെ മാർച്ചുമുണ്ട്. സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഇ.ഡി. ഓഫീസിന് മുമ്പിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനനുസരിച്ചുള്ള സുരക്ഷാ ഏർപ്പാടുകൾ ഡൽഹി ഇ.ഡി. ഓഫീസിന് മുമ്പിൽ ഡൽഹി പോലീസ് ഒരുക്കിയിട്ടുമുണ്ട്. എന്നാലും ഇന്ന് ചോദ്യം ചെയ്യുന്നത് സംബന്ധിച്ചിടത്തോളം ഇന്നലെ ചോദ്യം ചെയ്ത വിവരങ്ങൾ റോബർട്ട് വധേര വ്യക്തമാക്കിയ വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിച്ച ശേഷമുള്ള തുടർ ചോദ്യം ചെയ്യലാണ് ഇ.ഡി. നടത്തുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സേതുലക്ഷ്മി, ഗാന്ധി കുടുംബത്തെ സംബന്ധിച്ചോളം ഇന്നലെ അത്ര നല്ല ദിവസമായിരുന്നില്ല. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നാഷണൽ ഹെറാൾഡ് കേസിൽ കുറ്റപത്രം നൽകിയിരിക്കുന്നു. 25-ന് ഈ കുറ്റപത്രം വായിച്ച് അവരെ കേൾപ്പിക്കും. തുടർന്ന് പ്രോസിക്യൂഷൻ എന്ന നടപടികളൊക്കെ വിചാരണകളിലേക്ക് കാര്യങ്ങൾ പോകും. ഈ ദിനെയാണ് റോബർട്ട് വധേരയും ഇ.ഡി. നോട്ടീസ് നൽകി വിളിപ്പിക്കുന്നത്. റോബർട്ട് വധേരയുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇന്നലെ ഇ.ഡി. ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തിയാണ്. ഇത് സംബന്ധിച്ച തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല എന്നും ഇ.ഡി. വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഗാന്ധി കുടുംബത്തിന് കാര്യങ്ങൾ അത്ര സുഖമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. സേതുലക്ഷ്മി. ശരി, ഓക്കെ. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.